ദൃശ്യം ഇത് മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ചൊരു ക്ലാസിക് ത്രില്ലറിൽ ഒന്നാണ്. കാരണം ഇത് ഇഷ്ടപ്പെടാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഫാമിലി ഓഡിയൻസിനെ അതുപോലെ ഇഷ്ടപ്പെടുത്തിയൊരു പടമാണ് ദൃശ്യം. ത്രില്ലർ കൊണ്ട് എന്നാൽ ഫാമിലി എലമെന്റ്സ് കൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ മേക്കിംഗ്, ജിത്തു ജോസഫിന്റെ ഒക്കെ ടോപ്പ് നോച്ച് മേക്കിങ്ങിൽ എനിക്കൊന്ന് നമ്പർ 1 എനിക്ക് ഇഷ്ടപ്പെട്ടത് മെമ്മറീസ് ആണ്. നമ്പർ 2 ദൃശ്യം തന്നെയാണ്. ദൃശ്യത്തിന്റെ ആദ്യത്തെ ഭാഗം ദൃശ്യം 1. അത് കഴിഞ്ഞ ശേഷം അതിന്റെ അസാധാരണ വിജയം, എനിക്കൊന്ന് 50 കോടി മലയാള സിനിമ നേടിയ പടമാണ് ദൃശ്യം ആദ്യത്തെ പാർട്ട്. സെക്കൻഡ് OTT-യിലാണ്. ഈ പറയുന്ന പക്വതയൊന്നും അതിനകത്തില്ല. കാരണം സീരിയൽ മേക്കിംഗ് തന്നെയാണ് ജിത്തു ജോസഫിന്. ജിത്തു ജോസഫ് അത് ശ്രദ്ധിക്കുന്നേ ഇല്ല. ദൃശ്യം 3-ലോട്ട് വരുമ്പം ഒരുപാട് പരാജയത്രങ്ങൾ അതിന് മുമ്പേ ജിത്തു ജോസഫിനുണ്ട്. പക്ഷേ ദൃശ്യം 3-ലോട്ട് വന്നപ്പം ദൃശ്യം 3-യും ഈ പറഞ്ഞാലും ജിത്തു ജോസഫ് അത്രയും ശ്രദ്ധിച്ചിട്ടേ ഇല്ല. വളരെ സിമ്പിളായിട്ട്. കാരണം ദൃശ്യത്തിന്റെ ഫ്രാഞ്ചൈസി ഉണ്ടെങ്കിൽ അത് ഓടിയിരിക്കും, കോടികൾ വാരിയിരിക്കും, അതിനകത്ത് സംശയമില്ല. അതുകൊണ്ട് 4-5 ദിവസം മുമ്പ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ബുക്കിംഗ് തന്നെ ഫുള്ളാകും. ആ ദൃശ്യം 3 ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇത് ദൃശ്യത്തിലെ ഏറ്റവും മോശം സിനിമയാണ്. കാരണം ഏറ്റവും കൂടുതൽ ട്രോളാനുള്ള സിനിമ, ഒരു ലോജിക്കും ഇല്ലാത്ത വളരെ മോശമായ ദൃശ്യത്തിന്റെ ആദ്യത്തെ ഫ്രാഞ്ചൈസി നശിപ്പിച്ചൊരു സിനിമയാണ്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് ആന്റണി പെരുമ്പാവൂർ ദൃശ്യം 4 ഉണ്ട്. ചിലപ്പോൾ അടുത്ത വർഷം ദൃശ്യം 4 കാണാനുണ്ട്. കാരണം മോഹൻലാലിന്റെ സമയങ്ങളുടെ പട്ടികയിലും ജിത്തു ജോസഫ് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ട് ദൃശ്യം 4 ഇറക്കുന്നതിന് കുഴപ്പങ്ങളൊന്നുമില്ല. അത് അവരുടെ ഇഷ്ടമാണ്. അവർക്ക് 100% ഭയങ്കര പ്രോഫിറ്റ് ആയിരിക്കും, അതിനകത്ത് സംശയമില്ല. പക്ഷേ ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണ് ആന്റണി പെരുമ്പാവൂരെങ്കിൽ, ജിത്തു ജോസഫ് എങ്കിൽ, ഇനി നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിയിട്ട് മാത്രമേ ദൃശ്യം 4 ഇറക്കാവുള്ളൂ. കാരണം ദൃശ്യത്തിനൊരു നമ്മളൊരു പാരമ്പര്യമുള്ള പോലെ ഒരു ലേബലുണ്ട് ആ ഫ്രാഞ്ചൈസിക്ക്. അത് നശിപ്പിക്കാനായിട്ട് ദൃശ്യം 4 എടുക്കരുത്. പൈസ കിട്ടാനാണെങ്കിൽ ദൃശ്യം 4 എടുത്തു കഴിഞ്ഞാൽ ഏത് സമയവും പൈസ കിട്ടും. പക്ഷെ നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ 10 ഫ്രാഞ്ചൈസി എടുത്താലും ഒരു പ്രശ്നമില്ല. നമുക്ക് ആൾക്കാർക്ക് എല്ലാം കാണുമ്പോൾ ഇതാവും. ഇത് ഒരു മാസത്തോളം ദൃശ്യത്തിൻ്റെ OTT വന്നപ്പോൾ ട്രോൾ വീഡിയോസ് മാത്രമേ ഉള്ളായിരുന്നു. കാരണം ആ സിനിമ കാണുമ്പോഴേ അറിയാം അത് ഒന്നുമില്ല. ജിത്തു ജോസഫിൻ്റെ എല്ലാം കാലിയായി, ഉള്ള മേക്കിംഗ് എല്ലാം വളരെ മോശം, സ്ക്രിപ്റ്റ് വളരെ മോശം, എല്ലാം വളരെ മോശമായപ്പോഴാണ് ഈ ട്രോൾ വന്നത്. എന്തായാലും ദൃശ്യം 4 വളരെ കരുതലോടുകൂടി ആന്റണി പെരുമ്പാവൂരിനോട് ജിത്തു ജോസഫിനോടുള്ളൊരു അപേക്ഷയാണ്. നല്ല സ്ക്രിപ്റ്റും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം 100% പെർഫെക്ഷനോടുകൂടി മാത്രമേ പടമെടുക്കാവുള്ളൂ. സിനിമയാണ് ചിലപ്പം അതിഗംഭീരമായിട്ട് എടുക്കുന്ന സിനിമകൾ ചിലപ്പോൾ അവരുദ്ദേശിക്കുന്ന പോലെ റിസൾട്ട് ഒന്നുമില്ല. പക്ഷേ ദൃശ്യത്തിനൊരു ഈ പറഞ്ഞ പോലെ ഒരു മിനിമം ക്വാളിറ്റി ഉള്ളതുകൊണ്ട് അത് വളരെ സൂക്ഷിച്ചെടുക്കുക. എന്തായാലും പണിയാകാതിരിക്കാൻ അതിൻ്റെ അണിയറ പ്രവർത്തനം ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു.